ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ധന്യാസ് ഫാമിലി വ്ലോഗ്. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ ഫ്രൈഡ് റെസിപ്പിയാണ്. ഇത് രണ്ട് തരത്തിൽ ഞാൻ ചെയ്യുന്നുണ്ട് കേട്ടോ. രണ്ടും സൂപ്പർ ടേസ്റ്റിയാണ്. അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ലാസ്റ്റ് വരെ കാണണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാൻ കുറച്ച് ചിക്കൻ ക്ലീൻ ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാമേ. ഇതിനാവശ്യമായിട്ടുള്ള അരപ്പ് റെഡിയാക്കാം. അതിനുവേണ്ടി ഞാൻ മിക്സിയുടെ ജാർ എടുത്ത് അതിലേക്ക് ഒരു 2 കഷ്ണം ഇഞ്ചി ആഡ് ചെയ്തിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ഒരു 4-5 അല്ലി വെളുത്തുള്ളി, അതിനോടൊപ്പം തന്നെ ഒരു 4-5 ചെറിയ ഉള്ളി ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിനോടൊപ്പം 1 ടേബിൾ സ്പൂൺ പെരിഞ്ചീരകവും കൂടി ആഡ് ചെയ്ത് നല്ലോണം ഒന്ന് അരച്ചെടുക്കാമേ. ഇനി ഇതിലേക്ക് ഒരു 3 വറ്റൽ മുളക് ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. നല്ല എരിവുള്ള മുളകാണ്, അതുകൊണ്ട് 3 എണ്ണം ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാമേ. കണ്ടല്ലോ, ഇതാണ് നമ്മുടെ പേസ്റ്റിന്റെ പരുവം. ഇനി ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന നമ്മൾ ചിക്കൻ എടുക്കുന്നു. അതിലേക്ക് നമുക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, അതിനോടൊപ്പം ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കണേ. ഉപ്പ് നമ്മൾ പിന്നീടൊന്നും ആഡ് ചെയ്യുന്നില്ല, അതുകൊണ്ട് ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുകയാണെ. പിന്നെ 1/2 ടീസ്പൂൺ ജീരകപ്പൊടി, അതിനോടൊപ്പം 2 ടേബിൾ സ്പൂൺ ചിക്കൻ മസാലയും കൂടി ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ കൂടെ തന്നെ 1/2 ടേബിൾ സ്പൂൺ പുളിപ്പില്ലാത്ത തൈരും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അതിനോടൊപ്പം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ പേസ്റ്റ് 2 ടേബിൾ സ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കാമേ. അതിനോടൊപ്പം ഒരു മുറി നാരങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ. അതും കൂടെ അതിൻ്റെ ചാറും കൂടെ നല്ലോണം ഒന്ന് പിഴിഞ്ഞെടുക്കാം. അതിനുശേഷം അതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കാമേ. മുട്ട ഒഴിക്കുമ്പോഴത്തേക്കും നമ്മുടെ ചിക്കൻ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ. ഇനി 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, അതിനോടൊപ്പം ഒരു 1/2 ടേബിൾ സ്പൂൺ നമ്മുടെ റവയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. റവയും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമ്മുടെ ചിക്കൻ നല്ല മുരാന്നിരിക്കും കേട്ടോ. ഭയങ്കര ടേസ്റ്റാണ്. നമുക്ക് വേണമെങ്കിൽ ഈവൻ സ്നാക്സ് ആയിട്ട് പോലും നമുക്ക് കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പിയാണ്. ഇതിനോടൊപ്പം നമുക്ക് 1 ടേബിൾ സ്പൂൺ പെപ്പർ പൗഡറും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാമേ. ഇത്രയേ ഉള്ളൂ കേട്ടോ. ഞാൻ ഇത് മീഷോ ഒന്ന് വാങ്ങിച്ചതാണ്. കൊള്ളാം അല്ലേ? നമ്മുടെ ഓംലെറ്റ് ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് പുറത്തൊക്കെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഗാർണിഷ് ചെയ്ത് കൊടുക്കാനൊക്കെ അതിന് വേണ്ടിയൊക്കെ ചേർത്ത് വാങ്ങിച്ചതാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇത്രയാണ് ആവശ്യം. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ നമ്മുടെ കൈ ഉപയോഗിച്ച് തന്നെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാമേ. നമ്മുടെ പൊടികളും പേസ്റ്റും എല്ലാം കൂടെ നമ്മുടെ ചിക്കനിൽ നല്ലോണം ഒന്ന് പേരട്ടി റെഡിയാക്കി എടുത്ത് വയ്ക്കുക. ഇനി നമുക്കിത് ഏകദേശം 1 മണിക്കൂർ നമുക്കൊന്ന് അടച്ച് മാറ്റി വയ്ക്കാമേ. അതെല്ലാം ഒന്ന് സെറ്റായിട്ട് വരട്ടെ. ഓക്കെ, ഇനി നമുക്ക് 1 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ പാൻ വെച്ച് അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണയാണ് കേട്ടോ ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിലേക്ക് നമുക്ക് കുറേശ്ശെ ഓരോ ചിക്കനായിട്ട് ഇട്ട് കൊടുത്ത് വേവിച്ചെടുക്കാമേ. ഞാൻ ഈ ചെറിയ കഷ്ണങ്ങളായിട്ട് എടുത്തിരിക്കുന്നത് എൻ്റെ മക്കളൊക്കെ കഴിക്കുന്നുണ്ട്. അവർക്കൊക്കെ ചെറിയ കഷ്ണങ്ങളായിട്ട് കഴിക്കുന്നതാണ് അവർക്ക് കൂടുതൽ ഇഷ്ടം കേട്ടോ. അപ്പം അതുകൊണ്ടാണ് എടുത്തിരിക്കുന്നത്. ഇനി നിങ്ങൾക്ക് വലിയ കഷ്ണങ്ങളായിട്ടാണുള്ളത് താല്പര്യമെങ്കിൽ അങ്ങനെ എടുക്കാം കേട്ടോ. സെയിം റെസിപ്പി, സെയിം കാര്യങ്ങളെല്ലാം ഇതേപോലെ ആഡ് ചെയ്താൽ മതി. ചിക്കൻ്റെ വലിപ്പമൊക്കെ നമ്മുടെ ഇഷ്ടം അനുസരിച്ചാണ് അല്ലേ. ഇനി നമ്മൾ ഒരു സൈഡ് വെന്തതിന് ശേഷം മറിച്ചിട്ട് അടുത്ത സൈഡും കൂടെ ജസ്റ്റ് ഒന്ന് മൊരിയിച്ചെടുക്കുക. വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാം കേട്ടോ. അപ്പം ഇതിന് മുൻപ് ഞാൻ ഒരുപാട് വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട്. നമ്മുടെ ചിക്കൻ പെരട്ടൊക്കെ തയ്യാറാക്കുന്ന വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അതൊക്കെ നല്ല അടിപൊളി റെസിപ്പിയാണ്. അപ്പം എല്ലാം ഒന്ന് കയറി കണ്ട് ചെയ്ത് നോക്കണം കേട്ടോ. ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ കമൻസൊക്കെ അറിയിക്കുകയും ഒക്കെ ചെയ്യണേ. അപ്പോൾ നമ്മുടെ ചിക്കൻ 2 സൈഡും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കാമേ. അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള ചിക്കനും ഇതേപോലെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ഇതാണ് ആദ്യത്തെ റെസിപ്പി. ഓക്കെ, കണ്ടല്ലോ. അപ്പോൾ നമ്മുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ പുറത്ത് നമ്മൾ ഉള്ളിയൊക്കെ ഇട്ട് ഒന്ന് ഗാർണിഷ് ചെയ്ത് എടുത്തിട്ടുണ്ട്. നല്ല മുരാന്നിരിക്കുന്ന അടിപൊളി ചിക്കൻ ഫ്രൈ ആണ്. വളരെ ടേസ്റ്റിയാണ് കേട്ടോ. ചോറിൻ്റെ കൂടെയും ഞാൻ പറഞ്ഞല്ലോ, ഈവൻ സ്നാക്സ് ആയിട്ട് പോലും നമുക്ക് കഴിക്കാം. അത്രയും ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. മുട്ട ആഡ് ചെയ്തിരിക്കുന്നതുകൊണ്ട് തന്നെ നല്ല സോഫ്റ്റാണ് കേട്ടോ അതിൻ്റെ അകമൊക്കെ. അപ്പോൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ഇനി അടുത്ത റെസിപ്പി നോക്കാം. അതിനുവേണ്ടി ഞാൻ നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്ത അതേ എണ്ണ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കിയ പേസ്റ്റ് ഉണ്ടല്ലോ, അത് നമുക്ക് ഇതിലോട്ടും കൂടെ കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കാമേ. കയ്യിലുണ്ടെങ്കിൽ ആഡ് ചെയ്യുക, ഇല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ അതേ സെയിം മെത്തേഡിൽ തന്നെ അത് തയ്യാറാക്കി ഇതിലോട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു സവാള നീളത്തിൽ കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാമേ. അത് ഇതേപോലെ നമ്മുടെ ആ ചിക്കൻ തയ്യാറാക്കിയ എണ്ണയിൽ തന്നെ നല്ലോണം ഒന്ന് നല്ലോണം വരട്ടിയെടുക്കണം കേട്ടോ. ഇതേപോലെ നല്ലോണം നിറമൊക്കെ മാറി നല്ല ഇതേപോലെ സെറ്റായിട്ട് വരണം. ഇനി ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇത് നല്ലൊരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കനാണ്. 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുക്കാം. അതിനോടൊപ്പം തന്നെ 1 ടേബിൾ സ്പൂൺ സോയാ സോസും കൂടെ ഒഴിച്ചു കൊടുക്കാമേ. ഇനി ഇതെല്ലാം കൂടെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഏകദേശം ഒരു ക്രീമി കൺസിസ്റ്റൻസിൽ വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് നമ്മുടെ ചിക്കനൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നല്ല ടേസ്റ്റാണ് ഇത്.
ആ ക്രീമൊക്കെ പിടിച്ച് വരുമ്പോഴത്തേക്ക് ആ മധുരവും ഒക്കെ കൂടെ ആകുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ. ഇത് മസ്റ്റായിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വേറെ ലെവലാണ് മക്കളെ ഇതിൻ്റെ ടേസ്റ്റ്. അപ്പോൾ അതായത് നമ്മുടെ ചിക്കൻ എല്ലാം കൂടെ ആഡ് ചെയ്ത് കൊടുത്ത് ഇനി എല്ലാം കൂടെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണേ. നല്ലോണം എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ രണ്ടും അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ രണ്ടും മസ്റ്റായിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. ഇതിൻ്റെ ഫീഡ്ബാക്ക്സ് നിങ്ങൾ തീർച്ചയായിട്ടും എനിക്ക് കമൻറ്റ് ചെയ്യണേ. കണ്ടല്ലോ, നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇത് കാണുന്നത് പോലെ അല്ല, റിച്ച് ലുക്കാണ്. റിച്ച് ലുക്കും റിച്ച് ടേസ്റ്റിയാണ്. അപ്പോൾ നിങ്ങൾ മസ്റ്റായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി നമുക്ക് ഇതെന്ത് ചെയ്യാം, കുറച്ച് മല്ലിയിലയൊക്കെ കൂടി ഒന്ന് ഇട്ട് ജസ്റ്റ് ഒന്ന് ഗാർണിഷ് ചെയ്ത് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇനി നമുക്കൊരു പ്ലേറ്റിലോട്ട് മാറ്റിയാലോ. ഇത് നോക്കിക്കോണേ, എൻ്റെ ടേസ്റ്റ് ഉണ്ട്. കളർ പോലെ തന്നെ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാൻ. സത്യം പറഞ്ഞാൽ ഇത് പറയുമ്പോൾ പോലും എനിക്ക് നാവിൽ വെള്ളം വരുന്നുണ്ട് കേട്ടോ. അത്രയും ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഇത് കഴിക്കാൻ. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ്സ് അറിയിക്കണം കേട്ടോ. അപ്പം മുമ്പോട്ട് ഒരുപാട് വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഒന്ന് കയറി കണ്ട് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയും ഒക്കെ ചെയ്യണേ. അപ്പോൾ നല്ലൊരു അടിപൊളി റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.